ഓരോരോ രാജാക്കന്മാരായിക്കൊണ്ട് പാഞ്ചാല രാജധാനിയെ പ്രാപിച്ചു. കലനന്തരമാരട്ടെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഏതിനു ശേഷമാണെങ്കിൽ പാഞ്ചാല മഹാരാജാവ് ദ്രുപദ മഹാരാജാവ് പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയിൽ നിശ്ചയിക്കുന്നു. പാഞ്ചാല മഹാരാജാവ് ദ്രുപദ മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയിൽ നിശ്ചയിക്കുന്നത്. സ്വയംവരം വിവാഹം വിവാഹത്തിന് പരീക്ഷ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പറഞ്ഞത് മനസ്സിലായില്ലോ? വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാണ് പറയുന്നത്. സാമാന്യം പോലെ പറഞ്ഞിട്ട് കാര്യ വിവാഹം എന്നൊക്കെ കേട്ടപ്പോ അതൊക്കെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ട് നമുക്ക് മോഹിച്ചിട്ട് കാര്യമില്ല. വിവാഹം നടക്കണമെങ്കിൽ പരീക്ഷ ജയിക്കണം എന്നാ പറയുന്നത്. പരീക്ഷ ജയിക്കണം എന്ന് കേട്ടപ്പോ ആ വിദ്വാനം മഠത്തിൽ വരും. സ്വതേ പരീക്ഷ എന്ന് കേട്ടാൽ പേടിയുള്ള വകയാണ്. ഇവിടെ കണ്ണൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ കൂട്ടത്തിൽ അതൊന്നും എങ്ങനെയാ പരീക്ഷയ്ക്ക് ജയിച്ചിട്ടാണോ വിവാഹം കഴിക്കുണ്ടായത്? വിവാഹം എന്ന് കേട്ടപ്പോ സുഖമായിട്ടുള്ളതാണ്, രസമായിട്ടുള്ളതാണെന്ന് പോയി പഠിക്കുണ്ടായി. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണെന്ന്. പറ്റുന്നുണ്ടെങ്കിൽ കൂടാതെ കഴിക്കുന്നത് ഈ പറയുന്ന സുഖമൊന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല പറയുന്നത് അല്ലേ? അപ്പൊ വിവാഹത്തിന്റെ പരീക്ഷ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഇവിടെ വിവാഹം വീരപരീക്ഷയെ നിശ്ചയിച്ചു പറയാൻ അതിന് കാരണമുണ്ട്. പാഞ്ചാലിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പാഞ്ചാലി വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാ പാഞ്ചാലി വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചത്? അർജുനൻ. മധ്യമ പാണ്ഡവനായിട്ടുള്ള പാണ്ഡവന്മാരിൽ പ്രധാനിയായിട്ടുള്ള അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന കന്യകയാണ് പാഞ്ചാലി. അങ്ങനെ ആ വിവാഹത്തെ തീർച്ചയാക്കി മുഹൂർത്തത്തെ നോക്കി കാത്തിരിക്കുമ്പോഴാണ് ഉണ്ടായത്. അർജുനനും മറ്റു പാണ്ഡവന്മാരും അരക്കിലെത്തപ്പെട്ടു എന്ന് മരിച്ചു. മാതാവായിട്ട് കുന്തിയോടൊപ്പം അരക്കിലെത്തപ്പെട്ടു സിദ്ധി കുടിയിൽ കേട്ടു. തങ്ങൾക്ക് കേട്ടപ്പോ ദ്രുപദ മഹാരാജാവിനും അത് വിഷമായി. കാരണം പുത്രിയുടെ ഭർത്താവായിട്ട് ജീവിച്ചിരുന്നാണ് അരക്കിലെത്തപ്പെട്ട് മരിച്ചു എന്നാണ് കേൾക്കുന്നത്. ആലോചിച്ചു എന്താ വേണ്ടത്? അർജുനൻ മരിച്ചു എന്നുണ്ടെങ്കിൽ അർജുനനോളം യോഗ്യനായിട്ട് അല്ലെങ്കിൽ അർജുനനേക്കാൾ കേവലായിട്ടുള്ള ഒരാളാവണം തന്റെ പുത്രിക്ക് ഭർത്താവായിട്ട് വരാൻ തീരുമാനിക്കാനായത്. ഈ അർജുനനേക്കാൾ കേവലായിട്ടുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ അർജുനന്റെ നിയമത്തിൽ എന്താണെന്ന് അറിയണം. എന്താ അർജുനന്റെ നിയമത്തിൽ? അന്നുള്ള രാജാക്കന്മാരിൽ വെച്ച് അർജുനനോളം അസ്ത്രാഭ്യാസത്തിന്റെ കേവനായിട്ട് വലിയ പ്രയോജനമായ കേവനായിട്ട് വേറൊരാളില്ലാന്ന് വേണം പറയാൻ. അപ്പോ അർജുനനേക്കാൾ കേവനായിട്ടുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ അസ്ത്രാഭ്യാസ ചെയ്താൽ ഒരു പരീക്ഷ നടത്താൻ ശ്രമിച്ചു. അതിനുവേണ്ട ക്രമങ്ങളൊക്കെ നിശ്ചയിക്കി. എന്താണ് അധികമായിട്ടുള്ള ഒരു വില്ല, ആ വലുതായിട്ടുള്ള വില്ല എടുത്ത് കര കുത്തി തല വളച്ച് ഞാൻ കുത്തിക്കെട്ടി അതിന് സമീപത്തിൽ വെച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ ഉപയോഗിച്ച് ആകാശമാർഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ അതിന്റെ വിപരീത വിഷയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന
പക്ഷിസ്വരൂപത്തെ എന്ത് വിളിക്കണം, അങ്ങനെ വിളിക്കുന്ന ആൾക്ക് തന്റെ പുത്രി പാഞ്ചാലിയെ കൊടുക്കാന്ന് തീർച്ചയായിട്ടുണ്ടായത്. വിവാഹം കേട്ടപ്പോ മുമ്പിലേക്ക് വന്നതാണ്. വീരപരീക്ഷ ക്രമങ്ങളൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തിന് അതേ ഒരു ഭാഗത്ത് ചെന്ന് കൈവിട്ട് പരീക്ഷ ജയിച്ചിട്ട് വിവാഹം കഴിക്കാൻ പറ്റുന്ന ആ വേഷത്തെ കണ്ടിട്ട് മോഹിച്ചു വന്ന കൂട്ടത്തിൽ തന്നെയാണ് തോന്നുന്നത്. വീരപരീക്ഷ കഴിഞ്ഞ് പാഞ്ചാലിയെ തരാമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആരെങ്കിലും തരാക്കിയാലോ എല്ലാവർക്കും കാണാൻ ഭാഗത്തിന് ആ താടിയുടെ ഒരു താടി ആ നിൽക്കുന്നത് കണ്ടാലും അതേട്ടാ വൈകിട്ട് വീട്ടിൽ വേഷം മാല എല്ലാവരും കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വിവാഹത്തിന് കണക്കാക്കി വന്നിട്ടുള്ളതാ. അതുകൊണ്ട് കാര്യമില്ല, വീരപരീക്ഷ ജയിച്ചാലേ വിവാഹം നടക്കുള്ളൂ. അതിനു വേണ്ടി ക്രമങ്ങൾ നടത്താൻ പറയുകയായി. അങ്ങനെ ക്രമങ്ങളൊക്കെ നിശ്ചയിക്കുന്നു മാത്രമല്ല, ഭൂമണ്ഡലവർത്തികളായിട്ടുള്ള സകല രാജാക്കന്മാരും ക്ഷണിക്കുകയും ചെയ്യുന്നു. ക്ഷണിച്ചു മാത്രമല്ല, ഓരോരുത്തരായിട്ട് ആ പാഞ്ചാല മഹാരാജാവിന്റെ ക്ഷണപ്രകാരം പാഞ്ചാല രാജധാനിയിൽ എത്താൻ തുടങ്ങി. ആരൊക്കെയാ? കേമന്മാരായിട്ടുള്ളത്, യോഗ്യന്മാരായിട്ടുള്ളത് അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഒരു ഉത്സവം കേമാകണമെന്നുണ്ടെങ്കിൽ ക്ഷണിച്ചിട്ടുള്ളവർ മുഴുവൻ എത്തിയിട്ടുണ്ടാകണം. മാത്രമല്ല വന്നിട്ടുള്ളവർ മുഴുവൻ കേമന്മാരാവും വേണം. അല്ലേ? എല്ലാ ഉത്സവവും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് കേട്ടോ. ഉത്സവം കേമാവണമെങ്കിൽ വന്നിട്ടുള്ളവർ കേമന്മാരാവണം. ചില സ്ഥലത്ത് അങ്ങനെയല്ല, ഉത്സവം കേമാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളവരും കേമന്മാരാകും. സ്വയം ബഹുമാനിക്കുന്ന ആൾക്കാരാകും. അല്ലേ? ഈ ഉത്സവത്തിനൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊന്നൊരു ഭാഗ്യം എന്ന് വേണം പറയാം. സാധാരണ ഇങ്ങനെ ഉത്സവങ്ങൾക്ക് വരികയെന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമില്ല. സന്തോഷമായി എന്ന് വേണ്ടിപ്പോ പറയാം. ഈ ഉത്സവത്തിന് വരാനും ഇവിടെ ഒന്ന് നിൽക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുണ്യത്തിനൊരു ആധിക്യം എന്ന് വേണം പറയാൻ. സാധിക്കുന്ന കാര്യമില്ല. സന്തോഷമായി. അപ്പോ പാഞ്ചാല രാജധാനിയില് ആ പാഞ്ചാല മഹാരാജാവിന്റെ ക്ഷണപ്രകാരം അനവധി ആൾക്കാർ ഒന്നും കൊണ്ടല്ലോ. ആരൊക്കെയാ? കേമന്മാരായിട്ടുള്ളത്, യോഗ്യന്മാരായിട്ടുള്ളവരുടെ എത്തിയിട്ടുള്ളത്. അനവധി ആൾക്കാരൊക്കെ വിളിക്കുന്നത്. ഇത് കേമന്മാരായിട്ടുള്ളവരൊക്കെ മഗധ രാജാവ് ജരാസന്ധൻ ഈ വയസ്സ് കാലത്ത് കന്യകാന്ന് കുറിച്ചിട്ട് അടിപൊളിയാണ്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് താടിയുള്ളത് മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. എന്നാലും കന്യകയുള്ള മോഹങ്ങൾ കൊല്ലിക്കാൻ ജരാസന്ധൻ അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായം എത്രയായിരുന്നാണെങ്കിൽ കൃഷ്ണന്റെ മഹത്വനായിട്ടുള്ള ഭഗവാന്റെ അമ്മാവനായിട്ടുള്ള കംസന്റെ ഭാര്യഭർത്താവാ. അപ്പൊ തന്നെ പ്രായം മുറിക്കാതെ പ്രായത്തിന്റെ അറിവുണ്ടെങ്കിലും ശക്തിക്ക് യാതൊരു കുറവില്ല. 10,000 മലയാളികളുടെ ശക്തിയുള്ളതാണ് ആയിരിക്കുന്നത്. മുമ്പിലിരിക്കുന്നവരെ ഒന്ന് മനസ്സിലാക്കാൻ നല്ല കേട്ടോ. കന്യകയെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ചാടി പുറപ്പെട്ടു വരുന്നു. ജരാസന്ധനോളം ശക്തിയുള്ളതായിട്ട്, കയ്യൊക്കെയുള്ളതായിട്ട്, കയ്യിന് ശക്തിയുള്ളതായിട്ട് വേറൊരു രാജാവിനെയാണ് പറയുന്നത്. എന്താണോ എന്താ ഞാനിപ്പോ പറയുന്നത്? ജരാസന്ധനോളം കയ്യൊക്കെയുള്ളതായിട്ട്, കയ്യിന് ശക്തിയുള്ളതായിട്ട് വേറൊരു രാജാവിനെയാണ് പറഞ്ഞത്. മനസ്സിലായോ? കയ്യിന് ശക്തി കൂടി തുടങ്ങിയിട്ടുള്ളതാ പറയുന്നത്. കയ്യിന് ശക്തിയൊക്കെ ഇല്ലാതായിട്ടുള്ള കാലം കഴിഞ്ഞു. ഇപ്പൊ കുറേശ്ശെ ശക്തി കൂടി തുടങ്ങിയിട്ട് മത്സരിക്കുന്നവർക്ക് ജയിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതികമായിട്ടൊരു മത്സരം വരാൻ പോകുന്നുണ്ട്. അതിലൂടെ ജയിച്ചാലേക്ക് എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ജയിക്കാൻ സാധിക്കുമോ? സാധിക്കും, അതൊന്നും അറിയില്ല. എന്തായാലും പഴയതിനേക്കാൾ കുറച്ചുകൂടി ശക്തി കൂടിയിട്ടുള്ളത് മാത്രമാണ് ജരാസന്ധൻ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാണ്? ചേതി രാജാവ് ശിശുപാൽ. ആ വരണ കണ്ണാത്തൊന്നും അറിയാട്ടോ. നോക്കിട്ടാ വരുന്നത്. ഒരിക്കൽ തന്നെ അബദ്ധം പറ്റുണ്ടായി. രുക്മിണിയെ ശിശുപാലിന് കൊടുക്കണം എന്നിരിച്ചില്ല. രുക്മിണിയെ തരാവുണ്ടായില്ല. ഭഗവാൻ വന്ന് തട്ടിക്കൊണ്ടുപോയി. എന്നാ പാഞ്ചാലിക്ക് എനിക്ക് തരാക്കണം എന്നിരിച്ചിട്ടാണ് ശിശുപാൽ അദ്ദേഹം നിലയിട്ടുണ്ട്. കൗരവ ചക്രവർത്തി ദുര്യോധനാണ് ആ കാര്യമൊക്കെ വെച്ച് ആ കൈ കൊണ്ട് താഴെ
ദുര്യോധനൻ കൗരവ ചക്രവർത്തി മഹാരാജാവാണ്. അടുത്ത വായുപൊക്കെ തിരിക്കണ്ടല്ലോ. കർണൻ, അംഗരാജാവ് കർണൻ ദുര്യോധനന്റെ സുഹൃത്താണ്, തോഴനാണ്, സഖാവാണ്. ആ സഖാവായിട്ട് കർണനെ കൂട്ടിയിട്ടാണ് ദുര്യോധനൻ പുറപ്പെട്ടത്. അതെന്താണോ കർണനെ